ഞാൻ ചിലപ്പോ എന്നെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ ആയിട്ടായിരിക്കും. ലാലേട്ടൻ എന്താ പറയുന്നത്, താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു, താങ്കൾക്ക് എങ്ങനെ തോന്നിയത് എന്നിങ്ങനെ അതിനുശേഷം ഈ തെറി പറഞ്ഞവന്മാർക്കൊക്കെ രേണുസുധിന് അങ്ങേറ്റത് ഇഷ്ടം. അതായത് രേണുസുധി പിന്നെ മാലാഖ, ഞാൻ മറ്റേ കൂതറയായി മാറി. ഞാൻ രേണുസുധിന്റെ പകരം സ്ഥാനത്തേക്ക് വന്നു. താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് അറിയാവുന്ന പോലെ പണിക്കും പൊക്കൂടെ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്തായിരിക്കും? എനിക്കറിയാവുന്ന പണി ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു. ചോദിക്കുമ്പോ താങ്കളുടെ ഉള്ളിന്റെ ഉള്ളിലെ മറ്റേ ആ യക്ഷി കടന്നു വന്ന് ആക്രമിക്കുന്നുണ്ടോ എന്നെനിക്ക് ഡൗട്ട്. പോയിക്കണ്ടെന്ന് അവർക്ക് പിടിക്കുന്നില്ല. എന്നെ എത്ര പേരാണെന്നറിയോ, തടിച്ചി മൊട്ടച്ചി വിഗാണോ നീ വെച്ചിരിക്കുന്ന, നാണമില്ല നീ ആണാണോ, എടാ മോനെ എന്നൊക്കെ എന്നെ വിളിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അവരുടെ പെർമിഷനോട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒറ്റ ചോദ്യങ്ങളും എന്റേതായിട്ട് ചോദിച്ചിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും അണുവിട തെറ്റാതെ കമന്റിന്റെ അടുത്താണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനാണ് അവർ മറുപടി പറഞ്ഞത്. എനിക്ക് പേഴ്സണൽ ചോദ്യങ്ങളൊന്നും രേണുസുധി ഇല്ല. സ്ത്രീയോട് ചെയ്തത് മോശമായി പോയെന്നും തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്? ഇല്ല, ഞാൻ മോശം ചെയ്തിട്ടില്ല. ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അയാൾ കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ അത് ലംഘിച്ചു, ആ ഇന്റർവ്യൂ ലംഘിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, അംഗീകരിക്കത്തില്ല, 100% അംഗീകരിക്കത്തില്ല. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ശിവങ്കാട്സ് ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. രേണുസുധി. അതെ, ഇന്ന് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു പേരാണ്. ഞാനും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ശാരിക പ്രശസ്തി ഏകദേശം എനിക്കൊന്ന് 13 ലക്ഷത്തോളം വ്യൂ, 1 കോടി വ്യൂ കണ്ടോ, മൊത്തം റീൽസ് എല്ലാം കൂടി 1 കോടി വ്യൂ മുഖം. ശാരികയുടെ ഇത്രയും സുപരിചിതമായതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആ ഒരു രേണുസുധിയായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലൊരു ഹരാസ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് രേണുസുധി. എനിക്കൊരു പാവമായിട്ടാണ് തോന്നിയത് കണ്ടിട്ട്. അതിന് അത്രത്തോളം ഹരാസ് ചെയ്തത് ഒരുപാട്. എന്താ അതിന്റെ ഏകദേശം എനിക്കൊന്ന് 10,000 കമന്റുകളാണ്. 10,000 പേരാണ് തെറി വിളിച്ചത്. അതെ അതെ, എന്റെ പേഴ്സണൽ ചാനൽ വരെ വന്നിട്ട് തെറി വിളിച്ചിട്ടുണ്ട്. രേണുസുധി എനിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാവാത്തത്. അത് ഞാൻ എന്റെ ചാനലും പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ രേണുസുധിയുടെ ഫസ്റ്റ് റീലിന്റെ കമന്റ് തന്നെ നമുക്കറിയാം. അവർ ആദ്യമായിട്ട് ആ റീല് ചെയ്യുമ്പോൾ തൊട്ട്, ദാസേട്ടനുമായിട്ടുള്ള റീല് ചെയ്യുമ്പോൾ തൊട്ട് തെറി അഭിഷേകമാണ് അവർക്ക്. അവരുടെ ഇഷ്ടത്തിന് അവരൊരു പ്രോഗ്രാം ചെയ്തു. ഓക്കെ, അത് ഇവർ അംഗീകരിക്കുകയോ അത് അഭിനയം മോശമോ ചീത്തയോ എന്നുള്ളത് അവിടെ നമുക്ക് ക്രിറ്റിസിസം ആവാം. അതിന് പകരം ഇവരെ അങ്ങ് തെറിയ, നാണമില്ലേ, സുധിയുടെ പേര് അങ്ങനെ സുധിയില്ല, സുധി ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ മതി, ഇങ്ങനെയുള്ള കമന്റിൽ അവർ ചെയ്തത് തന്നെയല്ലേ നിങ്ങൾ ഇന്റർവ്യൂവിലും ചെയ്തത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവുണ്ട്. കമന്റ് അതിൽ ഞാൻ നോ പറയും. അങ്ങനെയല്ല. കാരണം ഇത് ഹരാസ് ചെയ്യുവാണ്. ജനങ്ങൾ അവരെ പക്കയായിട്ടിരുന്ന് ഹരാസ് ചെയ്യുവാണ്. അവരെന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ ബോഡി ഷേമിംഗ് നടത്തുന്നു, എലീനെ പോലിരിക്കുന്നു, ഓന്തിനെ പോലിരിക്കുന്നു, ദിനോസറിനെ പോലിരിക്കുന്നു. നിനക്ക് ആരാടി അഭിനയിപ്പിക്കാൻ വിളിക്കുന്നത്, ഇതൊക്കെ എന്തൊരു അവസ്ഥയാണ്. നിന്നെ ഈവൻ മൈൽ സ്റ്റോൺ ചാനൽ വരെ സബ്സ്ക്രൈബ്, ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്ത ചാനൽ വരെ അൺസബ്സ്ക്രൈബ് ചെയ്യും, നിനക്ക് സ്ട്രൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണികളൊക്കെ ആയിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എനിക്കെതിരെ അതായത് ഈ പറയപ്പെടുന്ന എനിക്കെതിരെ അല്ല, രേണുസുധിക്കെതിരെ. സോ അപ്പോൾ ഈ രേണുസുധിയോട് ഞാൻ ഈ ക്വസ്റ്റ്യൻ, എന്നെ ഇങ്ങനെ ഹോസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ കമന്റ്സുകളാണ് അവരുടെ കാണുന്നത്. അതായത് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതിന് തൊട്ട് തലേന്ന് വരെയും അവരൊരു ആൽബത്തിലൊക്കെ അഭിനയിച്ചു, പ്രതീക്ഷയായിട്ടുള്ള ആൽബത്തിലൊക്കെ അഭിനയിച്ചൊക്കെ വമ്പൻ ഹിറ്റായി. ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം 2 ലക്ഷമാണ് വ്യൂസ് അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ആൾക്കാരിരുന്ന് തെറിവിളിയാ, റോഡിൽ നിന്ന് അവരെന്തോ റീൽ ചെയ്യുമെന്നും പറഞ്ഞ്. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്ന ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് കേൾക്കണം ഇവരിൽ നിന്ന് തന്നെ. അതായിരുന്നു ആ ചാനലിന്റെ ഉദ്ദേശം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു റഫ് ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു അവതാരികയായിട്ടാണ് അവരെന്നെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ബേസിക്കലി. റഫ് ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ചോദിക്കാറ്. ഉപദ്രവിക്കുക, മാക്സിമം ഉപദ്രവിച്ച് കരയിപ്പിക്കുക. ഇറിറ്റേഷൻ ആണ് അത്. പിന്നെ അവിടെ താങ്കൾ ചോദിച്ചല്ലോ ഈ പിന്നെ മാക്സിമം ഉപദ്രവിക്കുക എന്ന്. അതല്ല, അവിടെ ഗസ്റ്റിന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. രേണുസുധിയോട് ചോദിക്കും, ഇത് ലൈവ് അല്ല. രേണുസുധി ഇപ്പൊ ഞാൻ ഷിബിനോട് ചോദിക്കും, ഷിബിനെ ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ക്വസ്റ്റ്യൻസ് പറയത്തില്ല, പക്ഷെ ഇത് ഇറിറ്റേറ്റഡ് ആവും ചില പോയിന്റ്. പക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ശാരിക സ്റ്റോപ്പ് അല്ല അങ്ങനെ പറയാം. രേണുസുധി ഭയങ്കര കൂളായിരുന്നു. രേണുസുധിയോട് നാട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പച്ചയ്ക്ക് ചോദിച്ചു. അതാണ് അവിടെ ഈ നാട്ടുകാരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം. അതിനുശേഷം ഈ തെറി പറഞ്ഞവന്മാർക്കൊക്കെ രേണുസുധിന് അങ്ങേറ്റത് ഇഷ്ടം. അതായത് രേണുസുധി പിന്നെ മാലാഖ, ഞാൻ മറ്റേ കൂതറയായി മാറി. ഞാൻ രേണുസുധിയുടെ പകരം സ്ഥാനത്തേക്ക് വന്നു, അങ്ങനെയായി മാറി. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ രേണുസുധി പാവാണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവര് നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. അവരവരുടെ പ്രൊഫഷൻ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടാം. ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അയാൾ കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത് താങ്കൾ അത് ലംഘിച്ചു, ആ ഇന്റർവ്യൂ ലംഘിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കും? ഇല്ല, അംഗീകരിക്കത്തില്ല, 100% അംഗീകരിക്കത്തില്ല. കാരണം ആ ഷോ ഡിമാൻഡ്സ് ദാറ്റ്.
അതായത് താങ്കളുടെ ചോദ്യം എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തനിക്ക് അറിയാവുന്ന വല്ല പണിക്കും പൊക്കൂടെ എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പണ്ടുണ്ടായിരുന്നു സതി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതായത് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ തന്നെ സ്ത്രീയും എടുത്ത് ചാടി മരിക്കണമെന്ന്. അങ്ങനെയൊന്നുള്ള കാലമല്ലല്ലോ ഇത്. ആ സ്ത്രീ ഇവിടെ വന്ന് എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. വെറും 5000 രൂപയാണ് ഞാൻ ശമ്പളമായിട്ട് മേടിക്കുന്നത്. ആ 5000 രൂപ നേരെ കൊണ്ടുപോയി എൻ്റെ 2 മക്കൾക്കുള്ള ഭക്ഷണത്തിനും എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള അരിക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതാണ്. മൈൻഡ്സ്കേപ്പിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീ ഇത്രത്തോളം ഹരാസ് ചെയ്യുന്നത്, അതിനോട് എനിക്ക് യോജിക്കും. ഞാനും 100% ശാരിക പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. സമൂഹം മൊത്തത്തിലെതിരായിരുന്നു ഒരു സമയത്ത്. ഞാൻ പോലും പക്ഷെ നേരിട്ട് അറിയുമ്പോൾ അറിയാം, അല്ലെ ശാരികയ്ക്ക് അറിയാമല്ലോ, നേരിട്ട് ഒരു പാവ സ്ത്രീയാണ്. പാവമാണ്, അവരൊരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. അവരെന്തും, പക്ഷെ അവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എന്തും നമ്മൾ പ്രൊവോക്ക് ചെയ്ത് ചോദിച്ചാലും അവർ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയും. പക്ഷെ മറുപടി തരും, കൃത്യമായ മറുപടി രേണുസുധ കയ്യിലുണ്ട്. പിന്നെ ഇവരുണ്ട് എല്ലാരും പറയുന്ന പോലെ ഒരു പൊട്ടിപ്പെണ്ണൊന്നും അല്ല രേണുസുധ. ഷീ ഈസ് വെരി ബ്രില്യന്റ്, വളരെ ഇന്റലിജന്റ് കണ്ണിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 100% എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം വളരെ ഒരു അണമുറി മാറ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത്രത്തോളം നെഗറ്റീവ് കമന്റ് ശാരീരിക വരാൻ കാരണം. അത് എന്റെ മുമ്പിൽ ഒരു പിടിച്ചു നിന്നു. അതാണ് സംഭവം. മനസ്സിലായി. ഇറങ്ങി പോകാതെ ഇപ്പോ ദിയാസനയൊക്കെ പോലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ചാനലിനും ഉണ്ടായിട്ടുണ്ട്. ചില ഗസ്റ്റുകൾക്ക് ഇപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോ വൈറലായത് നമ്മുടെ ഷിയാസ് കരീമിന്റെ ആയിരുന്നു. അദ്ദേഹം തന്നെ ഇറിറ്റേറ്റഡ് ആയി, എന്റെ മുതുകു ചൊറിഞ്ഞു, ഇവളെ എവിടുന്ന് കൊണ്ടുവന്ന ഷോ ഡയറക്ടറെ തന്നെ വിളിച്ച് ദേഷ്യപ്പെടണമെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് അറിയാവുന്ന വല്ല പണിക്കും പൊക്കൂടെ എന്ന് വെച്ചാൽ താങ്കൾ എന്തായിരിക്കും? എനിക്കറിയാവുന്ന പണി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ആ രേണുസുധിയോടെ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം അവരെ ചിലപ്പോൾ പ്രോഗ്രാമിന് വേണ്ടി ചെയ്തായിരിക്കാം, എങ്കിൽ പോലും ഇപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ അവർ ആ സ്ത്രീയോട് ചെയ്തത് മോശമായി പോയെന്നും തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്? ഇല്ല, ഞാൻ മോശം ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ പെർമിഷനോട് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഒറ്റ ചോദ്യങ്ങളും എന്റേതായിട്ട് ചോദിച്ചിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും അണുവിട തെറ്റാതെ കമന്റിൽ നിന്നെടുത്താണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനാണ് അവർ മറുപടി പറഞ്ഞത്. എനിക്ക് പേഴ്സണൽ ചോദ്യങ്ങളൊന്നും രേണുസുധീർ ഇല്ല. ഞാൻ അവിടെ വെറും ഹോസ്റ്റ്. പക്ഷേ ആ കമന്റ് കൃത്യമായിട്ട് വായിച്ച് അതിന്റെ ബ്രീഫ് കൊടുക്കുമ്പോൾ താങ്കളുടെ ചോദ്യമായിട്ട് രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. അതെന്റെ കഴിവ്. അത് കഴിവല്ല. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഒരു മനുഷ്യ സ്ത്രീയെ, അതെ താങ്കൾ മനുഷ്യ സ്ത്രീയാണ്, പക്ഷെ താങ്കൾ ചോദിക്കുമ്പോൾ താങ്കളുടെ ഉള്ളിന്റെ മറ്റേ ആ യക്ഷി കടന്നു വന്ന് ആക്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതെന്റെ എബിലിറ്റിയാണ്. അതായത് കാണുന്ന പ്രേക്ഷകൻ അത് തോന്നിയെങ്കിൽ ദാറ്റ്സ് എന്റെ കഴിവാണ്. ആ ഷോയ്ക്ക് വേണ്ടി അത്രയും എക്സ്ട്രീം വർക്ക് ചെയ്ത ഒരു ഹോസ്റ്റ് ആണ് ഞാൻ. അതുകൊണ്ടാണ് ആ ഷോ സക്സസ് ആയത്. അതുകൊണ്ടാണ് എന്നെ സിബിൻ ആ പറഞ്ഞല്ലോ 10,000 കമന്റ്സ് എനിക്ക് വന്നത്. എന്നെ കാണാനും എന്നെ തെറിവിളിക്കാനും വേണ്ടി കുത്തിയിരുന്നാണ് ഈ പറയുന്ന ആൾക്കാർ മുഴുവനും ആ ഷോ കണ്ടത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാൻ കൈയടിക്കും. ഇനി വിട്ടോളൂ. താങ്കൾ ഈ നെഗറ്റിവിറ്റി ആണോ താങ്കൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ലോകത്ത്? നമ്മളൊന്ന് പഠിച്ചാൽ അറിയാം. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ രേണുസുധിയും ഒരു അല്പം നെഗറ്റിവിറ്റിയിലൂടെയാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പം അലിൻ ജോസ് പെരേര, അതുപോലെ ആറാട്ടണ്ണൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് അതായത് ഒരു മനുഷ്യന് ഫേമസ് ആകാൻ 2 രീതിയിൽ പറ്റും. പോസിറ്റീവായിട്ടും ഫേമസ് ആകാം, നെഗറ്റീവായിട്ടും ഫേമസ് ആകാം. അല്ല, ഞാൻ എന്നെ ആറാട്ടണ്ണനും രേണുസുധിയായിട്ടൊന്നും കമ്പല്ല. ഞാൻ ചിലപ്പോൾ എന്നെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ ആയിട്ടായിരിക്കും. ലാലേട്ടൻ എന്താ പറയുന്നത്? താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? താങ്കൾക്ക് എങ്ങനെ തോന്നിയത്? എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ലാലേട്ടൻ. ഈ പറയുന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ വന്നതാണ്. അദ്ദേഹം വേണമെങ്കിൽ ഒരു ബാലങ്കേ നായരായി പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹം ബാലങ്കേ നായരായില്ല. പകരം അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡിലൂടെ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് അദ്ദേഹം ലാലേട്ടനായി മാറി. അങ്ങനെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് നെഗറ്റീവ് വന്നാൽ എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വേറെ വൃത്തികേടുകളോ വ്യക്തിഗതികളോ ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന പോലെ മറ്റേ ആ ഒരു RJ പറഞ്ഞ പോലെ അങ്ങനത്തെ വൃത്തികേടുകളും പറയാറില്ല. പക്ഷേ ഗസ്റ്റിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടോ അവരെ രഹസ്യമായിട്ടോ അല്ല പറയുന്നത്. അവരെ പ്രാങ്ക് ചെയ്യുന്നില്ല. താങ്കൾ ഇത് അഭിനയിക്കുവാണോ? ഞാനോ? റിയൽ ലൈഫിൽ ഇത്രയും ടഫ് ആൻഡ് റഫ് ആണോ? റിയൽ ലൈഫിൽ ടഫ് ആണ്. ഞാൻ ടഫ് ആണ്. ബേസിക്കലി ഒരു ഹോട്ട് സീറ്റ് എന്റെ ഉള്ളിൽ കത്തുന്നുണ്ട് എല്ലായ്പ്പോഴും ഒരു ഹോട്ട് വശം എനിക്കുണ്ട്. അത് അറിയാതെ എങ്കിലും ഏതെങ്കിലും പുറത്ത് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും തമാശ കളിച്ചിരിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്നെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും. അതാണ് ഹോട്ട് സീറ്റ്. മനുഷ്യരും അങ്ങനെയല്ലേ? നമുക്ക് നമ്മുടെ അഭിമാനബോധത്തെ ആര് കുത്തിയാലും നമ്മൾ 100% നമ്മൾ പ്രതികരിക്കും. അത് താങ്കൾ മാത്രമല്ലല്ലോ. പക്ഷേ താങ്കൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, ഇതെന്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിങ്ങനെ പോട്ടെ. പക്ഷെ എന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തിൽ നൈർമല്യം ഇല്ലെന്നോ ഞാൻ സോഫ്റ്റ് അല്ലെന്നോ അല്ല. ഞാൻ ഇങ്ങനെയാണ്. നീതിയായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ പറയുമ്പോഴും ചിലപ്പം എടാ നിനക്ക് വിശക്കുന്നു വാ ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചുതരാം, അല്ലാതെ നിനക്ക് വിശക്കുന്നോടാ മോനെ ഞാൻ ഫുഡ് മേടിച്ചുതരാം അങ്ങനെ പറയാൻ പറ്റില്ല. നിനക്ക് വിശക്കുന്നു വാ
എൻ്റെ കൂടെ വന്നാൽ എനിക്ക് കഴിച്ചു തരാം അങ്ങനെ പറയും. അതെൻ്റെ ഒരു രീതിയാണ്. സോ അതാണ് എൻ്റെ റഫ്നെസ്. അത് കഴിഞ്ഞ് താങ്കൾ ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിലും നെഗറ്റീവ് കമന്റുകളുടെ ഒരു ആറാട്ട് അപ്പൊ എന്നെ തന്നെയായിരുന്നു. അത് ഷോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഷോ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശരിക്കും ഇങ്ങനെയാണോ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്തിന്? അപ്പൊ എന്റെ സത്വം മാറിപ്പോയി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇപ്പൊ മറ്റേ പുള്ളിക്കാരത്തി ഒന്ന് മാപ്പൊക്കെ പറഞ്ഞു. മറ്റേ അതായത് മലയാളിയുടെ ഒരു പൊതു കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ എന്തായിട്ടാ അങ്ങനെ പറഞ്ഞ് സംസാരിക്കണം. അതുകൊണ്ടാണോ താങ്കൾക്ക് ഇത് ഇത്ര ഒരു ഇത്രയും തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ടാണ് അവർക്ക് പിടിക്കുന്നില്ല. എന്നെ എത്ര പേരാണെന്നറിയോ? തടിച്ചി, മൊട്ടച്ചി, വിഗാണോ നീ വെച്ചിരിക്കുന്ന, നിനക്ക് നാണമില്ല, നീ ആണാണോ, എടാ മോനെ എന്നൊക്കെ എന്നെ വിളിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ഇവന്മാർക്ക് ഒരു പണിയില്ലെന്നായിരിക്കും. ഇവരോടൊക്കെ ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ എന്താ മറുപടി ഉള്ളത്? ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് ഹരാസ് ചെയ്യുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു കാലത്തും ഹരാസ്മെന്റ് എന്നായിട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി വായിച്ച് ചിരിക്കുന്ന കമന്റുകളാണ് നിങ്ങളുടെ ഈ വൃത്തികെട്ട കമന്റുകൾ. എന്റെ ചാനലിൽ വന്നാണ് എന്നെ തെറി പറയുന്നതെങ്കിൽ 100% നിന്നെയൊക്കെ ഞാൻ തെറി പറഞ്ഞു കൊന്നിരിക്കും. മറിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലുകളാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ വായിച്ച് ഞാനങ്ങ് ചിരിക്കും. എനിക്ക് അതിനുള്ള മൈൻഡ് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോ ആണ് ചെയ്യുന്നത്, എൻ്റെ പ്രോഗ്രാം 100% സിൻസിയറായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഇതിലും ശക്തമായിട്ട് തന്നെ വിവാദ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. നീയൊക്കെ വിളിക്കുന്നത് തുടർന്നുള്ളൂ, അതാണ് എൻ്റെ ഔഷധം. രേണുസുധീനെ ഇപ്പൊ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അവരവരെ വല്ല ഷൂട്ടിലൊക്കെ ആയിരിക്കും. അങ്ങനെ തോന്നാറില്ല. അവരെ ഷോ കഴിഞ്ഞു, ആ ഗസ്റ്റുമായിട്ട് പിന്നെ നമ്മൾ പേഴ്സണൽ കണക്ഷൻ ഒന്നും വെക്കാറില്ല. കണ്ടാൽ വീണ്ടും കണ്ടാൽ ഹായ് ഹായ് പറയും, അത്രേ ഉള്ളൂ. രേണുസുധി എന്ന് പറയുന്ന ആ വ്യക്തിയെ താങ്കൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമാണ്. അതായത് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്തതാണ്, അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ അവരെ ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല. ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു രീതി അതാണ്. അതിന് ധൈര്യമുള്ളവർ മാത്രമേ എന്റെ സീറ്റിലേക്ക് വരാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ നിലപാട്. എന്നെ ഫേസ് ചെയ്യാനും അവരെ സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുക. അത് നേരിടാനും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വരരുത്. ആ ടെസ്റ്റ് സക്സസ്ഫുൾ ആയി പാസ്സായിരിക്കും. അതെ, ആ ധൈര്യം ആയിട്ട് വന്നു. ആ നെഗറ്റീവ് ഉള്ള കമന്റിനെയൊക്കെ പോസിറ്റീവ് ആക്കി വളരെ വിജയകരമായി അവരെ പറഞ്ഞു. അത്രേ ഉള്ളൂ നിലപാട്. അല്ലാതെ പേഴ്സണലി അവരോട് യാതൊരുവിധ എന്റെ ഗസ്റ്റിനോട് ഒരാളോടും പേഴ്സണലി എനിക്ക് ഒരു വിരോധം തന്നെ ഇല്ല. എന്തിനാണ് ഞാൻ വിരോധിക്കുന്നത്? അവരാരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ. അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ എനിക്കോ താങ്കൾക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കും അല്ലെ ഒരു അവകാശം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോകട്ടെ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഓൾ ദി ബെസ്റ്റ് രേണുസുധി. ഓൾ ദി ബെസ്റ്റ്. വി ഓൾ ലവ് യു.